മാവേലിനെ ആര് ചവിട്ടി തടുത്തി? ദൈവങ്ങൾക്കെല്ലാവർക്കും ഒരു ഈഗോ അടിച്ച് മാവേലി വരുമ്പോ അത്തപ്പൂക്കള മാവേലി ആരാ? ഓണത്തിന്റെ എന്തിനാണെന്ന് ചോദിച്ചാൽ അത് എനിക്ക് അറിഞ്ഞൂടെ. ഇന്നിപ്പോ അതൊരു ചിഹ്നമായിരിക്കണം, ചോദ്യ ചിഹ്നമായിരിക്കുക. ആരൊരാൾ ചവിട്ടി അടിച്ചു താത്തിയുണ്ടോ? വാമനന് അത്രയും മാബലിയായിട്ടുള്ള ബന്ധം അത്ര ആത്മാർത്ഥമായിട്ടുള്ളതായിരിക്കും. മാവേലിനെ ചവിട്ടി താഴ്ത്തി. എനിക്ക് വയറേ ഇല്ല. യഥാർത്ഥ മാവേലിക്ക് പണ്ട് വയറില്ല. ഇന്നത്തെ മാവേലി എല്ലാം കുട വയറിറങ്ങി ചളി വയറിറങ്ങി വൃത്തിയട്ട ഒരു രൂപമാക്കി മാറ്റിയിരിക്കുകയാണ്. എല്ലാ വർഷം വരാൻ വേണ്ടി ഇപ്പൊ തിരിച്ചു പുള്ളിക്കാര് വർഷത്തിലെ ഒരു 10 ദിവസം വരുന്നുണ്ട്. വീണ്ടും ഒരു ഓണക്കാലം കൂടി വന്നിരിക്കുകയാണല്ലേ. പൂക്കളവും സദ്യയും ഒക്കെ നമ്മൾ വലിയൊരു ആഘോഷത്തിന്റെ കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമയമാണ് ഓണം എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ കൊല്ലവും നമ്മൾ ആഘോഷിക്കുന്ന ഈ ഓണത്തിനെ പറ്റി നമുക്ക് എത്രമാത്രം അറിവുണ്ട്? ഓണത്തിന്റെ പിന്നിലെ കഥയും ഐതിഹ്യങ്ങളും പ്രേക്ഷകർക്ക് എത്രമാത്രം അറിയാമെന്ന് നമുക്ക് ഇന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മളെന്തിനാ ഓണം ആഘോഷിക്കുന്നത്? അതിന് ചേച്ചിക്കറിയാം അതിന് പിന്നിലുള്ള ഒരു കഥ? ചേച്ചിക്കറിയില്ലേ? പറഞ്ഞോ? മഹാബലിനെ ചവിട്ടി താഴ്ത്തിയ ഒരു കഥ അറിഞ്ഞൂടെ? ആ ആര്? വാമനൻ. വാമനൻ ആരുടെ അവതാരം? മഹാവിഷ്ണുവിന്റെ. ഓണം ആഘോഷിക്കുന്നുണ്ടോ ഈ വർഷം? എങ്ങനെയാ ഓണം ആഘോഷിക്കുന്നേ? പൂക്കളിടോ? ആര് ഓണത്തിന് ആരാ വരുന്നേ? ഓണത്തിന് ആരാ വരുന്നേ? നമ്മളെ കാണാൻ ഒരാൾ വരൂലേ? മാവേലി. മാവേലി എവിടുന്നാ വരുന്നേ? ആകാശത്തുനിന്നോ? അറിഞ്ഞൂടാ. എന്തിനാ ഓണം ആഘോഷിക്കുന്നേ? അല്ല എന്നാലും അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഇല്ലേ? ഇല്ല പറഞ്ഞോ എന്തിനാ മഹാബലിനെ ചവിട്ടി? ചോദിക്കാം അമ്മയോട്, ഞാൻ ചോദിക്കാം. മഹാബലിനെ ചവിട്ടി താഴ്ത്തി എന്ന് പറഞ്ഞൊരു കഥയില്ലേ? വാമനൻ. വാമനൻ ആരെ ചവിട്ടി താഴ്ത്തി? മഹാബലിനെ. എന്തിനാ ചവിട്ടി താഴ്ത്തിയേ? എല്ലാ വർഷം വരാൻ വേണ്ടി. എല്ലാ വർഷം വരാൻ വേണ്ടിയാ? ഓണം വരാൻ വേണ്ടിയല്ലേ? വാമനൻ ആരുടെ അവതാരം? ഈ നമ്മളെ ഐതിഹ്യമൊക്കെ അറിയാമോ? മാവേലിയുടെ ഐതിഹ്യം എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും എന്തിനാ ചവിട്ടി താഴ്ത്തി അങ്ങനെ അറിഞ്ഞൂടാ. അറിയാതെ അറിഞ്ഞൂടാ. അതുവരെ അറിഞ്ഞൂടാത്തോണ്ടാണ് അറിഞ്ഞൂടാ. ആരെ ചവിട്ടി താഴ്ത്തി അറിയോ? ഇല്ല അതിനെ കുറിച്ച് അറിഞ്ഞൂടാത്തോണ്ട്. ചേട്ടനറിയോ? നമ്മളെ നിങ്ങളുടെ സീനിയർ സിറ്റിസൺസ് അല്ലേ, നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടെ? ശരി, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. തിരുവോണത്തിന്റെ അന്ന് അത്ത ഇളക്കുന്നതിന് മുന്നേ ഒരു പ്രോഗ്രാം ഉണ്ടാവും ആ പരിസരത്ത്, ഒരു ഡാൻസ് പോലത്തെ ഒരു സാധനം. എന്നറിയോ? എല്ലാവർക്കും അറിയാന്നുള്ളൊരു കേട്ടിട്ടുണ്ടാവും. ഊറിയടിയൊന്നുമല്ല, പുലിക്കളി. പുലിക്കളിക്കോടെ പുലിക്കളി ഇപ്പം അതും കുറവാണ്. ഇപ്പം പണ്ടാണ് ഓണം തുടങ്ങുന്നത് പയ്യന്മാര് പുലിക്കളിയാണ് ചെല്ലയും കൊണ്ട്. ഇപ്പൊ അതൊന്നും ഇല്ല, ഒരു മാറ്റമുണ്ട്. ഓണത്തിന്റെ ഐതിഹ്യം എന്തെങ്കിലും അറിയോ? ഐതിഹ്യം എന്താണ്? മാവേലി അടിച്ചു താത്തു. ആരാണ് താത്തിയെ? വാമനെ. എന്തിനാണ് താത്തിയെ? നല്ല ചെയ്തോണ്ട്. ഇപ്പൊ തിരിച്ചു പുള്ളിക്കാര് വർഷത്തിലെ ഒരു 10 ദിവസം വരുന്നുണ്ട്. അത്ര തന്നെയാണ്. ഓണം ആഘോഷിക്കാറുണ്ടോ? എന്തിനാ ഓണം ആഘോഷിക്കുന്നത്? എന്തിനാ ഓണം ആഘോഷിക്കുന്നത്? ഓണം ആഘോഷിക്കുന്ന മാവേലിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിട്ടോ? ഓർമ്മയ്ക്ക് വേണ്ടി നമുക്കൊരു എൻജോയ്മെന്റ് ആണ്. പിന്നെ ഒരു കഥയില്ലേ, ഒരു ഐതിഹ്യം ഇല്ലേ? ഇല്ല, കഥ പറയണ്ട. ആരോ ചവിട്ടി താഴ്ത്തി മഹാബലിനെ. ആരോ ചവിട്ടി താഴ്ത്തി. ആരാ ചവിട്ടി താഴ്ത്തി? അറിയാമോ ആരാ ചവിട്ടി താഴ്ത്തിയേ? മഹാബലി വാമനൻ വന്ന് ചവിട്ടി താഴ്ത്തിയ. എന്താ ചവിട്ടി താഴ്ത്തിയതിന്? അത് നമ്മൾ ഒത്തിരി നന്മകൾ ചെയ്തു. അപ്പോൾ ദേവന്മാർക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ 3 അടി മണ്ണ് ചോദിച്ചു. ആദ്യത്തെ അടി തന്നെ പാതാള വന്നുകൊണ്ട് 1ാമത്തെ അടിയിൽ മാവേലി കുഴിഞ്ഞു കൊടുത്ത് വാമനൻ വന്ന് ചവിട്ടി താഴ്ത്തി. വിഷ്ണുവിൻ്റെ അവതാരമായിട്ടായിരുന്നു വാമനൻ വന്നത്. ഈ നമ്മുടെ തിരുവോണത്തിന്റെ അന്ന് അത്ത ഇളക്കുന്നതിന് മുന്നേ ഒരു ചെറിയ
പരിപാടി ഉണ്ട്, എന്താണെന്നറിയോ? അത്തപ്പൂ ഏറ് അല്ല, ഒരു ഡാൻസ് പോലത്തെ ഒരു പരിപാടി. അത്തപ്പൂ കളിയോ? പൂക്കളിയോ? ഏത് കളി? അല്ല അല്ല, വേറൊരു കളിയുണ്ട്. ഓണത്തല്ലാണോ? അറിയോ? തിരുവാതിരയോ? പുലികളിയല്ലേ? ആ പുലികളി. ആര് പറഞ്ഞ പുലികളി? പുലികളി. എങ്ങനെയാ വീട്ടിലെങ്ങനെയാ ഓണം ആഘോഷിക്കാറുണ്ടോ നിങ്ങൾ? എങ്ങനെയാ ഓണം ആഘോഷിക്കുന്നത്? എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച്. എന്തിനാ ഓണം ആഘോഷിക്കുന്നത്? ഓണം എന്തിനാഘോഷിക്കുന്ന? മാവേലി ഓണം ഒരു പാരമ്പര്യമായി ആ ആഘോഷിക്കുന്നത്. എന്താ ആരാണ്? ശരി, ആരാ ചവിട്ടി താഴ്ത്തി? ആരാ മാവേലി? മാവേലിനെ ആര് ചവിട്ടി താഴ്ത്തി? വാമനൻ. വാമനൻ ആരുടെ അവതാരം? മഹാവിഷ്ണു. എന്തിനാ ഓണം ആഘോഷിക്കുന്നത്? അതിലൊരു ഫാമിലി ആയിട്ടിലേക്ക്. അല്ല, എന്തിനാ? ഒരു കഥയുണ്ടല്ലോ. മാവേലിയുടെ കഥ. ആരാ ചവിട്ടി താഴ്ത്തിയ മാവേലിനെ? രാജാവ്. ഞാൻ പേര് പറഞ്ഞു. മാവേലിയാണ് രാജാവ്. രാജാവിനെ ഒരാൾ ചവിട്ടി താഴ്ത്തി. മഹാവർമ്മൻ. വാമനൻ ആരാന്നറിയോ? വാമനൻ വിഷ്ണുവിന്റെ അവതാരം. അതറിയാം. ഈ മഹാബലി എന്ന് പറഞ്ഞ എങ്ങനെ ഇയാൾ എങ്ങനെ മഹാബലിനെ കാണുന്നത്? ഒരു യൂഷ്വലി ഇങ്ങനെ കാണിക്കുന്ന പോലെയാണ്. എങ്ങനെ വലിയ വയറൊക്കെ വെച്ചിട്ടുള്ള ഒരാളാണോ? ഏകദേശം. എന്തിനാ വാമനൻ ചവിട്ടിത്താഴ്ത്തി? എന്തിനാ? ലൈക്ക് ദൈവങ്ങൾക്കെല്ലാവർക്കും ഒരു ഈഗോ അടിച്ചു. അപ്പം ഈ പുള്ളി നല്ലതെന്ന് മനസ്സിലായി. അപ്പൊ എങ്ങനെയും കളയണം. അതുകൊണ്ട് കളഞ്ഞു. ഒറ്റ ചവിട്ട്. ഓക്കെ. അത് ഓണം എന്തിനാ ആഘോഷിക്കുന്നറിയോ? ഓണം മഹാബലിയായിട്ട് വന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്താ എന്റെ ഒരു കഥ? ഇവൻ കുറച്ചും കൂടെ നന്നായിട്ട് പറയാം. അറിയോ എന്തിനാ ഓണം ആഘോഷിക്കുന്നത്? മാവേലി വരുമ്പോ അത്തപ്പൂക്കൾ ഇടുമ്പോ മാവേലി ആരാ? ഓണത്തിന്റെ രാജാവോ? മാവേലി എന്തിനാ വരുന്നേ? ഓണത്തിന് സദ്യ ഉണ്ണാനാണോ വരുന്നത്? ചേട്ടൻ അറിയോ കഥ? അല്ല, ഞങ്ങള് വാമനം വന്ന് മഹാബലിയെ ഭൂമിയിലേക്ക് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തില്ല. അപ്പം എല്ലാ വർഷവും മാവേലി വരുന്നതുമായിട്ട് ആ ഒരു. വാമനൻ ആരുടെ അവതാരം? മഹാവിഷ്ണുവിന്റെ. നമ്മള് തിരുവോണത്തിന്റെ അന്ന് അത്തം ഇളക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു ചെറിയൊരു പരിപാടി. അത്തം ഇളക്കുന്നതിന് മുന്നേ അത് അതിനെപ്പറ്റി അറിയില്ല. പുലികളി കേട്ടിട്ടുണ്ടോ? പുലികളി തോൽക്കളിയൊക്കെ ഉണ്ടല്ലോ. പുലികളിയാണ് ആ ഒരു. നിനക്ക് പുലികളി എന്താണെന്നറിയോ? പുലികളി കണ്ടിട്ടുണ്ടോ? മഹാബലിനെ കണ്ടിട്ടുണ്ടോ? എങ്ങനെ ഇരിക്കും? അറിഞ്ഞൂടെ? എന്നാലും ഫോട്ടോയിലൊക്കെ കണ്ടിട്ടില്ലേ മഹാബലിനെ? എങ്ങനെയാണ് ഇരിക്കുന്ന ആ ഒരു രൂപം? അറിഞ്ഞൂടാ. വലിയ വയറൊക്കെ ഉള്ള ഒരാള്, അറിഞ്ഞൂടാ. നീ ഓണം ആഘോഷിക്കാറുണ്ടോ? സദ്യ കഴിക്കാറുണ്ടോ? ഉണ്ട്. എന്ത് പൈസ ഇഷ്ടം? എന്തിനാ ഓണം ആഘോഷിക്കുന്നത്? എന്തിനാണെന്ന് ചോദിച്ചാൽ അത് എനിക്ക് അറിഞ്ഞൂടെ. ഇന്നും ഇപ്പൊ അതൊരു ചിഹ്നമായി ഇരിക്കുകയാണ്, ചോദ്യചിഹ്നമായി ഇരിക്കുകയാണ്. ഓണമല്ലേ, മലയാളികളെ ആഘോഷമേ ഓണം തന്നെയല്ല. പിന്നെ ഓണം ആഘോഷിക്കാൻ എന്താണ് ആഘോഷിക്കുന്നത്? ഞങ്ങളെ വീട്ടിൽ സദ്യ എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. അതേമാതിരി തന്നെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എന്നാലും ഒരു ഐതിഹ്യം അതിന് പിന്നിലുണ്ടല്ലോ. മഹാബലിനെ ചവിട്ടിത്താഴ്ത്തിയ ഒരു ഐതിഹ്യം. അത് ഞങ്ങൾ മുസ്ലിം ആയിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഹിന്ദു അങ്ങനെയൊന്നുമില്ല. എന്നാലും ചേട്ടൻ അറിയോ? ഐതിഹ്യം എന്ന് പറയുമ്പോൾ നമ്മൾ മാവേലിക്ക് സ്ഥലം കിട്ടാതെ ഇരുന്ന് ലാസ്റ്റ് പോലും കേരളം കിട്ടി അതിൽ തല ചവിട്ടി താത്ത് എന്നൊക്കെയാണ് ഐതിഹ്യം. ചവിട്ടി താത്ത് ഇല്ല. വാമനൻ ആരുടെ അവതാരം എന്നറിയോ? ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടില്ല, അതാണ്. എല്ലാ വർഷവും ഓണം ആഘോഷിക്കാറുണ്ടോ? എന്തിനാ ഓണം ആഘോഷിക്കുന്നറിയോ? എന്തിനാ ആഘോഷിക്കുന്നത്? അടിച്ചു താത്തിയുണ്ടോ? എങ്ങോട്ട് അടിച്ചു താത്തി? അറിഞ്ഞൂടാ. എന്നാലും ആരും അടിച്ചു താത്തിന്നറിയോ? അറിഞ്ഞൂടാ. കഥ ഒന്നും അറിഞ്ഞൂടാ. ഹിസ്റ്ററി അടുത്ത പ്രാവശ്യം ഓണം ആഘോഷിക്കുമ്പോ ഹിസ്റ്ററി ഒക്കെ പഠിച്ചു വെച്ചോണം കേട്ടോ. പഠിക്കേണ്ടി വരും. വാമനാണ് ചവിട്ടി താഴ്ത്തിയ. ഓക്കെ. ഓണം എന്തിനാ ആഘോഷിക്കുന്നറിയോ? ഓണം
ആഘോഷിക്കുന്ന എന്തിനാണ് മഹാബലി വന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവരും കാണാൻ വേണ്ടി വരുന്ന ഒരു ഇതായിട്ടാണ്. മഹാബലി അതെന്താ മഹാബലി വന്ന ആ ഒരു കഥ? വാമനന് അത്രയും മഹാബലിയായിട്ടുള്ള ബന്ധവും അത്ര ആത്മാർത്ഥമായിട്ടുള്ളതായിരിക്കും. അല്ലല്ല, മഹാബലിനെ ആരോ ചവിട്ടി താഴ്ത്തി എന്നുള്ളൊരു കഥയില്ലേ? ആരാ ചവിട്ടി മഹാബലിയെ ചവിട്ടി താഴ്ത്തിയത് ആരാ ചവിട്ടി മറ്റേ അവൻ വാമനൻ. വാമനൻ ആരുടെ അവതാരം അത് എനിക്കറിയില്ല, അറിഞ്ഞൂടാ. അതാർക്കും അറിയില്ല. മഹാബലി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഇരിക്കുന്നത് കാണാൻ? നല്ല ഗുണ്ട് സൈസൊക്കെ ആയിട്ട്. ചിലവര് പറയുന്നത് മഹാബലി ഇങ്ങനെ വയറൊന്നുമില്ല. അത് ഓരോരുത്തരുടെ സങ്കല്പം, ഓരോരുത്തർ പഴയ ആചാരങ്ങൾ അനുസരിച്ചാണ് ഇപ്പോഴും പറയുന്നത്. നമുക്കൊന്നും അറിയാം, നമ്മളിപ്പോ ഇപ്പോഴത്തെ തലമുറയല്ലേ. എന്തിനാ ഓണം ആഘോഷിക്കുന്നത് അറിയോ? അല്ലല്ല, ഒരു ഐതിഹ്യം ഉണ്ടല്ലോ. മാവേലിനെ അറിയോ? എന്തിനാ മാവേലി വീട്ടിൽ വരും അങ്ങനെയൊക്കെ? മാവേലി വീട്ടിൽ വരും. എന്തുകൊണ്ടാ വീട്ടിൽ വരുന്നത്? വീട്ടിൽ വരാൻ ഉണ്ടായ സാഹചര്യം ഇങ്ങനെ ഒരാളെ ചവിട്ടി പാതാളത്തിലാക്കി. ആരാ ചവിട്ടി താഴ്ത്തി? ആരായിരുന്നു? ആരോ ഒരാള് പണ്ട് മലയാളത്തിൽ പഠിച്ചിട്ടുള്ള ഒന്നും ഓർമ്മയില്ല. ആരോ ഒരാൾ ചവിട്ടി താഴ്ത്തിയല്ലോ. എന്തിനാ ചവിട്ടി താഴ്ത്തിയത്? നല്ലതിനെതിരെ മാവേലി സത്യത്തിന് നേർക്ക് നിന്നപ്പം ദുഷ്ടനായ ഒരാൾ ചവിട്ടി താഴ്ത്തി. അയ്യോ, ദുഷ്ടനായ ഒരാളല്ല ചവിട്ടി താഴ്ത്തിയത്. എനിക്കിത് അറിയത്തുള്ളൂ. മാവേലി വാമനെ ചവിട്ടി താഴ്ത്തി. മാവേലി വാമനെ ചവിട്ടി താഴ്ത്തിയോ? മാവേലിയെ ചവിട്ടി താഴ്ത്തിന്റെ സംഭവം. എന്തിനാ ചവിട്ടി താഴ്ത്തിയത്? 3 അടി മണ്ണ് വേണോന്ന് പറഞ്ഞിട്ട് സ്വർഗം, നരകം, ഭൂമി അങ്ങനെ എന്തോ ആണ്. അതെ. വാമനൻ ആരുടെ അവതാരം? മഹാവിഷ്ണു. ശരി, ഈ തിരുവോണത്തിന്റെ അന്ന് അത്തളക്കുന്ന സമയത്ത് ചെറിയൊരു പ്രോഗ്രാം അവിടെ കാണും. തുമ്പിതുള്ളൽ. റൈറ്റ് ആൻസർ. എന്തിനാ ഓണം ആഘോഷിക്കുന്നത്? എന്തിനാണെന്നറിയോ? നമ്മുടെ ദേശീയ ഉത്സവമായ ഓണം ആഘോഷിക്കും. മഹാബലി പണ്ട് പിന്നെ നാട് കാണാൻ വരുന്ന പ്രജകളെ കാണാൻ വരുന്നത് കൊണ്ടും പിന്നെ ആ ഒരു ഐതിഹ്യ കഥ കൊണ്ട് അങ്ങനെ നമ്മൾ ഓണം ആഘോഷിക്കുന്നു. പാവങ്ങൾ പോലും അന്ന് നല്ല കോടി ഉടുത്ത് സദ്യ ഉണ്ടും ഒക്കെ എല്ലാവരും ഒരേപോലെ നിൽക്കുന്നുണ്ട്. മഹാബലി നല്ല സന്തോഷത്തോടെ വന്ന് അതേപോലെ തിരിച്ച് സന്തോഷത്തോടെ നടന്നു. എങ്ങനെ മഹാബലിനെ ആരെ ചവിട്ടി താഴ്ത്തി? വാമനൻ ആരുടെ അവതാരം? നാരായണന്റെ. ഓക്കെ, നമ്മൾ ഈ തിരുവോണത്തിന്റെ അന്ന് അത്ത ഇളക്കുന്നതിന് മുന്നേ ഒരു കളി കളിക്കുക. എന്താണെന്നറിയോ? പുലിക്കളി. കഥയുണ്ട് നമ്മൾ ഓണം ആഘോഷിക്കുന്നതിന്. നമ്മളെ മഹാബലിനെ ആരെ ചവിട്ടി താഴ്ത്തി? വർഷം തോറും പ്രജകളെ കാണാൻ വേണ്ടി മഹാബലിനെ ആരെ ചവിട്ടി താഴ്ത്തി? വാമനൻ. വാമനൻ ആരുടെ അവതാരം? അല്ലേ? ശരി, എന്തിനാ ഓണം ആഘോഷിക്കുന്നത് അറിയോ? ഐതിഹ്യം അറിയോ? അത് കേരളീയര ആഘോഷമല്ലേ. എന്ത് ആരോ മഹാബലിനെ ചവിട്ടി താഴ്ത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആരാ ചവിട്ടി താഴ്ത്തിയേ? ഇത് വാമനൻ. എന്തിനാ ചവിട്ടി താഴ്ത്തിയേ? ജനങ്ങൾക്ക് വേണ്ടി വർഷത്തിലൊരിക്കൽ വന്ന് കാണാൻ മഹാബലി. അതുകൊണ്ടാണോ ചവിട്ടി താഴ്ത്തിയത്? അല്ല, ഇതിന്റെ ഭൂമിയുടെ ഇതുണ്ടല്ലോ, അങ്ങനെ എനിക്കത്ര അറിഞ്ഞൂടാ. എന്തിനാ ഓണത്തിന്റെ ഐതിഹ്യം എന്താന്നൊക്കെ അറിയോ? ഓണത്തിന്റെ ഐതിഹ്യം മാവേലിയാണ് പ്രാധാന്യമായിട്ട് കാണിക്കുന്നത്. മാവേലി നാട് പാണ്ടിരുന്ന കാലത്ത് എല്ലാവർക്കും ഒരു മാവേലിയുടെ നാട് വെച്ചാൽ എനിക്കും അറിയില്ല. കേരളത്തിൽ മാവേലി ഭരിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അതനുസരിച്ചാണ് എല്ലാവരും ആഘോഷിച്ച് വരുന്നത്. മാവേലിനെ ആരോ ചവിട്ടി താഴ്ത്തിയോണ്ടല്ലോ നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ആരാ ചവിട്ടി താഴ്ത്തിയത്? ഞാൻ കണ്ടിട്ടില്ല. പറയുന്നതിൽ കേൾക്കാനല്ലോ അത് മാവേലിയ പിന്നെ വാമനൻ ചവിട്ടി താഴ്ത്തിയെന്നോ എന്തൊക്കെയാണ് പറഞ്ഞ് ആൾക്കാരെ ഫലിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എനിക്കതിലൊന്നും ഒരു വിശ്വാസമില്ല. എനിക്കതിലൊരു വിശ്വാസമില്ല. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നു, അത്ര ആ വിശ്വാസം മാത്രമേ. മാവേലി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മാവേലി എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിലുള്ള കാരണമായ ഒരു യോദ്ധാവാണ്, ഒരു രാജാവാണ്. അദ്ദേഹം നല്ല ആരോഗ്യമുള്ള. പക്ഷേ ഇന്ന് മാവേലിയെ കോമാളിയാക്കിയിരിക്കുകയാണ്. വയറൊക്കെ ഇറക്കി. മാവേലിക്ക് വയറേ ഇല്ല. യഥാർത്ഥ മാവേലിക്ക് പണ്ട് വയറില്ല. ഇന്നത്തെ മാവേലി എല്ലാം കുടവയറിറങ്ങി ചളി വയറിറങ്ങി വൃത്തികെട്ട ഒരു രൂപമാക്കി മാറ്റിയിരിക്കുകയാണ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത.